ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളന്ന് ലെസൺ 2-ത്തെ സെക്കൻഡ് എക്സസൈസ്, അതായത് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ലെസണിൻ്റെ പേജ് നമ്പർ 35ത്തെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതുകൂടി 4 പ്രോബ്ലം ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, അത് നമുക്ക് ആ ഇക്വേഷനായിട്ട് എഴുതാൻ അറിയണം. അതാണ് ഇതിലെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ട് പോർഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് നമുക്കത് ആ ഇക്വേഷൻ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. പിന്നെ ഈ അഡീഷനും സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 35 കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ കമ്പനി ദ മാനേജർ സാലറി ഈസ് 5 times that of peon. The manager gets 40,000 rupees in a month. How much does a peon gets a month? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനിയിൽ മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് 5 times that of peon. മാനേജറിന്റെ സാലറി 5 times എന്നൊക്കെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം 5 into എത്രയാണോ ഇത് എന്നുള്ളതാണ്. 5 times 5 multiplied by എന്നുള്ളത് 5 times വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, മൾട്ടിപ്ലിക്കേഷൻ എന്ന് വന്നു കേട്ടോ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് 5 times as that of 5 ഇരട്ടിയാണ്. 5 times that of പിയൂൺ 5 ഇരട്ടിയാണ്. പിയൂണിയാലും 5 ഇരട്ടിയാണ്. മാനേജർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 40,000 രൂപയാണ്. 40,000 rupees ആണ്. ഹൗ മച്ച് ഡസ് എ പിയൂൺ ഗെറ്റ്സ്? അപ്പോൾ പിയൂൺ എത്ര രൂപയാണ് കിട്ടുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, പിയൂൺ എത്ര കിട്ടാൻ, അപ്പോൾ എന്താണ് കിട്ടേണ്ടത് അത് നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എക്സസൈസിൽ ചെയ്ത പോലെ തന്നെ ലെറ്റ് എക്സ് ഹൗ മച്ച് ഡസ് എ പിയൂൺ ഗെറ്റ്സ് എ മന്ത് ബി ദ സാലറി പിയൂൺ ഗെറ്റ്സ്. പിയൂണ് കിട്ടുന്നത് എക്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, പിയൂണ് കിട്ടുന്നത് എക്സ് ആണ്. ഓക്കെ, അപ്പൊ മാനേജർക്ക് എത്രയാണ് കിട്ടുന്നത്? മാനേജർക്ക് കിട്ടുന്നത് എത്രയാണ്? 5 times 5 ഇരട്ടിയാണ് കിട്ടുന്നത് അല്ലെ? മാനേജർക്ക് കിട്ടുന്നത് 5 times ഓഫ് ദാറ്റ് ഓഫ് പിയൂൺ, 5 ഇരട്ടിയാണ്. നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റും? 5 times 5 into ഓക്കെ ദാറ്റ് ഓഫ് പിയൂൺ. പിയൂണിന്റെ സാലറി എന്ന് പറയുന്നത് എക്സ് ആണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? 5 എത്ര രൂപയാണ് ശരിക്കും മാനേജർക്ക് കിട്ടുന്നത്? 40,000 രൂപയാണ് കിട്ടുന്നത് അല്ലെ? ക്ലിയർ ആയില്ലേ? മാനേജറിന്റെ സാലറി എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അത് എന്ന് പറയുന്നത് പിയൂണിന്റെ സാലറിനേക്കാളും 5 ഇരട്ടിയാണ്. അതായത് 5 ഇരട്ടിയാണ് പിയൂണിന്റെ സാലറി. പിയൂണിന്റെ സാലറി നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ 5 into എക്സ് ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എങ്ങനെ എഴുതാം നമുക്ക്? 5x = 40,000 rupees. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾസിനൊക്കെ ഒരു സൈഡിലും നമ്പേഴ്സിനെ മുഴുവൻ അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ x ഈ 5x എന്ന് പറയുന്നത് 5 into x ആണെന്ന് നമുക്കറിയാലോ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? അത് ഡിവിഷൻ ആയിട്ട് മാറും. ഇനി ഇവിടെ ഡിവിഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടോ. അപ്പം അഡീഷൻ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ നേരെ റിവേഴ്സ് അഡീഷൻ. ഇതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ, അതല്ല ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ x = ഈ 5 മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവിഷൻ 40,000 divided by 5. ഓക്കെ, 5 40 എത്ര ടൈംസ് പോവും? 8 times പോവും. ബാക്കിയുള്ള 3 0 കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ എത്ര രൂപയാണ് നമ്മുടെ പിയൂണിന്റെ സാലറി എന്ന് പറയുന്നത്? 8,000 rupees ആണ് നമ്മുടെ പിയൂണിന്റെ സാലറി. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദി ട്രാവലേഴ്സ് ഓഫ് എ പിക്നിക് സ്പ്ലിറ്റ് ഈക്വലി ദ 5,200 rupees സ്പെൻഡ്. അതായത് ഒരു ട്രാവലേഴ്സ് ഓഫ് എ പിക്നിക്, ഒരു പിക്നിക്കിന് പോയ ട്രാവലേഴ്സ് എന്ത് ചെയ്തു?
ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എത്ര രൂപയാണ് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്? 5500 രൂപ അവർക്ക് ചിലവായത്, 5000 റുപ്പീസ് അവർക്ക് സ്പെൻഡ് ചെയ്ത്, 5500 രൂപ ചിലവായത് അവർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഈച്ച് ഗേവ് 1300 റുപ്പീസ്. ഓരോരുത്തരും എത്ര രൂപയാണ്? 1300 രൂപ, 1300 റുപ്പീസ് ആണ് ഓരോരുത്തരും കൊടുത്തത്. ഹൗ മെനി ട്രാവലേഴ്സ് വെർ ദർ? എത്ര ട്രാവലേഴ്സ് അവിടെ ഉണ്ടായിരുന്നു? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ട്രാവലേഴ്സ് എത്ര ഉണ്ടെന്നല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലെറ്റ് എക്സ് ബി ദി ട്രാവലേഴ്സ്. ഹൗ മച്ച് ട്രാവലേഴ്സ്? ലെറ്റ് എക്സ് ബി ദി ട്രാവലേഴ്സ് എക്സ് പേരാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? 5200 രൂപ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ, കണ്ടോ, ദ ട്രാവലേഴ്സ് ഓഫ് എ പിക്നിക് സ്പ്ലിറ്റ് ഈക്വലി. അതായത് ഇപ്പം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, 10 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അത് കുറച്ച് പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോരുത്തർക്കും 5 ചോക്ലേറ്റ് വീതം കിട്ടി. ഓക്കെ, 5 ചോക്ലേറ്റ്സ് ഈച്ച്, ഓരോരുത്തർക്കും 5 ചോക്ലേറ്റ് കിട്ടി. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 10 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അത് കുറച്ച് പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോരുത്തർക്കും 5 ചോക്ലേറ്റ് ഓരോരുത്തർക്കും കിട്ടി. അപ്പോൾ എത്ര ചോക്ലേറ്റ് അല്ല എത്ര കുട്ടികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഈ 10 ഡിവൈഡഡ് ബൈ 5 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര പേരുണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു അല്ലേ? 2 പേരുണ്ടായിരുന്നപ്പോൾ അത് 2 അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ എന്താ പറയുന്നത്? 5200 രൂപ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അതായത് 5200 രൂപ ഈക്വലി സ്പ്ലിറ്റ് ചെയ്തപ്പോൾ, ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വലി ഡിവൈഡ് ചെയ്തപ്പോൾ, ഈക്വലി ആയിട്ട് എക്സ് പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര രൂപ ഓരോരുത്തർക്കും വേണ്ടി വന്നു? 1300 രൂപ ഓരോരുത്തർക്കും കൊടുക്കേണ്ട വന്നു. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ ക്ലിയർ ആയല്ലോ? 5200 രൂപ എത്ര പേർക്കാന്ന് അറിയില്ല, സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 1300 രൂപ ഓരോരുത്തർക്കും കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്പേഴ്സിനെ മുഴുവൻ ഒരു സൈഡിലും, അതുപോലെ വേരിയബിൾസിനെ വേറെ സൈഡിലും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് ഡിവിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് ആക്കാം. അപ്പോൾ എങ്ങനെയാണ്? 5200 ഈക്വൽ ടു ഇവിടെയുള്ള 1300 അതുപോലെ തന്നെ എഴുതാം. ഇവിടെ ഡിവിഷനിലാണ് കിടക്കുന്നത്, ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? എക്സിനെ നിർത്തിയിട്ട് നമ്പേഴ്സിനെ മുഴുവൻ ഒരു സൈഡിലേക്ക്. അപ്പോൾ ഇവിടെയുള്ള നമ്പർ അതുപോലെ തന്നെ എഴുതി, 5200 അതുപോലെ തന്നെ എഴുതി. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്തായി? 5200 ഡിവൈഡഡ് ബൈ 1300 ഈക്വൽ ടു എക്സ് അതുപോലെ തന്നെ എഴുതി. നോക്കാം ഇത് എത്ര എന്നുള്ളത്. 13 എത്ര ടൈമിൽ പോവും? 4 ടൈംസ് പോവും. 4 ടൈംസ്. അപ്പോൾ എത്ര ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു? 4 ട്രാവലേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ ഇത് ചെയ്യാനായിട്ട്? അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം എന്താ? എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 gives 756. വാട്ട് ഈസ് ദ നമ്പർ? അപ്പം നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എഴുതാം ലെറ്റ് എക്സ് ബി ദി നമ്പർ എക്സ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12. അപ്പം ഒരു നമ്പർ, അതായത് എക്സ് എന്ന് പറയുന്ന നമ്പർ 12 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 12 നമുക്ക് എത്ര കിട്ടി? gives 756 നമുക്ക് കിട്ടി. ഒരു നമ്പർ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 756 കിട്ടി. എന്ത് ചെയ്യാം? നമുക്ക് ഇനി ഇക്വേഷൻ കിട്ടി കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എക്സിനെ ഇവിടെ നിർത്തിയിട്ട് നമ്പേഴ്സിനെ മുഴുവൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എക്സ് അതുപോലെ തന്നെ എഴുതി. ഇവിടെയുള്ള 756 അതുപോലെ തന്നെ എഴുതി. ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 12 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ, ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അത് ഡിവിഷൻ ആവും. ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 72 എത്ര ടൈം പോവും? 6 ടൈംസ് പോവും. ബാലൻസ് 3, 36 3. അപ്പോൾ എത്രയാണ്? 63 ആണ് നമ്പർ എന്താണ്? 63.
ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? എ നമ്പർ ഡിവൈഡഡ് ബൈ 21 gives 726. അപ്പോൾ ഇതേപോലെ തന്നെ ഈ എക്സ് തന്നെയാണ് നമ്പർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു നമ്പറിൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ എത്രയാണ്? എ നമ്പർ ഡിവൈഡഡ് ബൈ 21 എന്താണ്? gives 756. ഒരു നമ്പറിനെ 21 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 756 കിട്ടി. അപ്പോൾ എന്താണ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് അതുപോലെ തന്നെ എഴുതാം. ഈ 21 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ 756 നമ്മൾ അതുപോലെ എഴുതി. ഇവിടെ ഡിവിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ നമുക്ക് നോക്കാം. 756 മൾട്ടിപ്ലൈഡ് ബൈ 21. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 15,876 കിട്ടും. ഓക്കെ, ഇതാണ് അപ്പോൾ ആ നമ്പർ. ഓക്കെ, ക്ലിയർ ആയില്ലോ? വളരെ സിമ്പിൾ പ്രോബ്ലംസ് അല്ലായിരുന്നു ഈ എക്സസൈസിൽ. നമുക്ക് ഇനി അടുത്ത എക്സസൈസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ടിൽ ദെൻ ബൈ.